അമ്മയുടെ സ്ഥാനം എന്താണ്, ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ അറിയണം. എപ്രകാരമുള്ള ഒരു പരിശീലനമാണ് നമുക്ക് സിദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത നമുക്കുണ്ടാകണം. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. പ്രിയൂടി ഞാൻ വായിക്കാം. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാൻ യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ വലിയൊരു ദീർഘവീക്ഷണത്തോടുകൂടെ വ്യക്തമായിട്ട് എപ്രകാരമുള്ള ഒരു പരിശീലനമാണ് യുവതികൾക്ക് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കുന്നവരായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഇതിന്റെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന വിളി ഉപേക്ഷിച്ച് മാറി സഞ്ചരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ പാപ്പ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് നല്ലത് തന്നെ, എന്നാൽ അവർ തങ്ങളുടെ ദൈവവിളി മറന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. എന്നാൽ അവർക്കുള്ള ദൈവവിളി മറന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ തമ്പുരാൻ നൽകിയിരിക്കുന്ന വലിയൊരു ദൈവവിളിയാണ് ആരെ സ്നേഹിക്കാനുള്ളത്? ആരെയൊക്കെ സ്നേഹിക്കണം? ഭർത്താവിനെയും, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കണം. വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവിനെയും മക്കളെയും. അപ്പൊ ഒരു ചോദ്യമുണ്ട്: ആരുടെ ഭർത്താവിനെ? ആരുടെ ഭർത്താവിനെ? ആരുടെ ഭർത്താവിനെ? സ്വന്തം ഭർത്താവിനെ, സ്വന്തം മക്കളെ. ഇത് ഓർത്തുകൊള്ളണം. സ്വന്തം ഭർത്താവിനെയും സ്വന്തം മക്കളെയും സ്നേഹിക്കേണ്ടത്. ഇന്നിന്റെ അമ്മമാര് സ്വന്തം ഭർത്താക്കന്മാരെയും മക്കളെയും കുറിച്ച് ചിന്തകള് വെടിയുമ്പോഴാണ് പാപത്തിന്റെ ബന്ധങ്ങളിലേക്കും കടന്നു പോകുന്ന എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ ഭർത്താക്കന്മാരെ മക്കളെ സ്നേഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. സ്വന്തം ഭർത്താവിനെ. കൽപ്പനകള് 10 ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതില് അവസാനത്തെ കൽപ്പന ഏതാണ്? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. വിവാഹ കോഴ്സിന് വരുന്ന അതിനുശേഷം വേദോപദേശമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് വലിയ സന്തോഷമാണ് ഈ കൽപ്പന പറയുന്നതിന് വേണ്ടിയിട്ട്. ഏതാണ് ഈ കൽപ്പന? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അച്ഛാ, ഈ കൽപ്പന ഞങ്ങൾക്കുള്ളതല്ല. ആർക്കുള്ളതാണ്? ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ഈ കൽപ്പന. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ഞങ്ങൾക്കെന്തുമാകാം. ഈ ഒരു ചിന്ത അറിഞ്ഞുമറിയാതെയും ഒക്കെ ഉള്ളിൽ കടന്നുകൂടിയിട്ടില്ലേ എന്ന് ചിന്തിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും മാറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്: അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ അന്യന്റെ ഭർത്താവിനെയും മോഹിക്കുവാനായിട്ട് പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പറഞ്ഞു വെക്കുക: സ്വന്തം ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്നവരായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകുവാനായിട്ട് സാധിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാര്യം പറഞ്ഞപ്പോൾ മുഖത്തൊന്നും സന്തോഷമൊന്നുമില്ലല്ലോ. സന്തോഷമൊന്നുമില്ലേ? ഭർത്താക്കന്മാരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഭാര്യമാരെ കൈകൾ ഉയർത്തട്ടെ. ആ കൈ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു ചോദ്യം കൂടെ ഉണ്ട്: അടുത്ത ജന്മത്തിലും ഈ ഭർത്താവ് മതി എന്നുള്ളവര് കൈ ഉയർത്തിപ്പിടിക്കട്ടെ.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ചേട്ടന്മാരും കൂടെ വന്നിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഒറ്റ കൈ പോലും താന്നിട്ടില്ല. അടുത്ത ജന്മത്തിലും ഈ ഭർത്താവിനെ എനിക്ക് മതി എന്ന് പറയുന്ന പാകത്തില് ഒരു ഹൃദയ ഐക്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്, വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഇന്നിൻ്റെതായിട്ടുള്ള പല വിധത്തിലുള്ള പരിഭവങ്ങളെ കുറിച്ച് കൂടെ നമുക്കൊന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഇന്നിൻ്റെ അമ്മമാർക്ക് പലപ്പോഴും വീടിലെ കാര്യങ്ങൾ ചിട്ടയായിട്ട് നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുക, വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബ ജോലിയിൽ താല്പര്യവുമുള്ളവരായിട്ട് മാറുവാൻ പരിശീലനം കൊടുക്കണമെന്നാണ്. ഇന്നത്തെ അമ്മമാർക്ക് കുടുംബ ജോലിയിൽ പലപ്പോഴും താല്പര്യമില്ല. വിവാഹം വേർപെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില പുരുഷന്മാര് പറയുന്ന കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്, അച്ഛാ വെച്ച് വിളമ്പി തരത്തില്ല. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് വെച്ച് വിളമ്പി തരാനായിട്ട് കഴിയുന്നില്ല. പല കുടുംബത്തിലും അമ്മമാര് സീരിയലുകൾക്ക് അടിപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് വെച്ച് വിളമ്പാനായിട്ട് നേരമില്ല. സ്വാദുള്ള ഭക്ഷണം ഭർത്താക്കന്മാർക്ക് വെച്ചു കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ചേട്ടന്മാര് പറയുന്നത് ഇപ്രകാരമാണ്, അച്ഛാ വീട്ടിൽ നിന്ന് നേരെ വെളുക്കുമ്പോ ഇറങ്ങും, 7 മണിക്ക് തട്ടുകടയിൽ നിന്ന് ചായ, 10 മണിയാകുമ്പോഴത്തേക്ക് പലഹാരക്കടയിൽ നിന്ന് പലഹാരം, ഉച്ചയ്ക്ക് വീട്ടിലെ ഊണ് നാട്ടിലെ ഊണ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഹോട്ടലുകളിൽ ഭക്ഷണം, രാത്രി തിരികെ വരുമ്പോഴത്തേക്ക് അവൾക്കുള്ള പൊതി കൂടെ മേടിച്ചേച്ച് വേണം തിരികെ വരാൻ, അല്ലെങ്കിൽ പ്രശ്നമാ. ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെയൊക്കെ ഈ നാട്ടില് ഈ ഏത് റോഡിൽ കൂടെ സഞ്ചരിച്ചാലും ഇത്രയധികം ഹോട്ടലുകൾ പെരുകുന്നതിന്റെ കാരണം എന്താ എന്ന് ചേട്ടന്മാര് പോകുമ്പോ പൊതിച്ചോറ് കൊടുത്തു വിടാനായിട്ട് അമ്മമാർക്കൊന്നും കഴിയുന്നില്ല, ഭാര്യമാർക്ക് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരു രുചിയോടുകൂടെയുള്ള ഒരു ഭക്ഷണം പാചകം ചെയ്തു കൊടുത്ത് തങ്ങളുടേതായിട്ടുള്ള ഒരു സ്നേഹം പ്രകടമാക്കാനായിട്ട് കുടുംബ ജീവിതത്തിൽ അമ്മമാര് മറന്നു പോകുമ്പോൾ ഭർത്താക്കന്മാരും പുരുഷന്മാരും വഴിതെറ്റിയ ജീവിത ശൈലികളിലേക്ക് തിരിയുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വെച്ച് വിളമ്പി കൊടുക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെ അമ്മച്ചി എൻ്റെ ചേച്ചിക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു വിജയമന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ചേച്ചി MSc ഒക്കെ പഠിച്ച് നെറ്റൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സഹോദരിയാണ്. പക്ഷെ സഹോദരിയോട് അമ്മച്ചി പറഞ്ഞത്, നിന്റെ ജീവിതത്തില് കുടുംബജീവിതത്തില് നീ ജയിക്കണമെങ്കിൽ ഇതൊന്നുമല്ല ക്വാളിഫിക്കേഷൻ. കുടുംബജീവിതത്തിൽ നീ ജയിക്കണമെങ്കിൽ നിന്റെ ഭർത്താവിനും മക്കൾക്കും നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതുപോലെ തന്നെ അമ്മായി അമ്മയെ കയ്യിലെടുക്കണമെങ്കിലും എന്ത് വേണം? നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴും ഏതൊരു അനുഗ്രഹം കടന്നു വരുന്നതിന് മുമ്പ് ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണം അവിടെ വിളമ്പുന്നുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അന്ത്യത്താഴ സമയത്ത് അത്താഴ വിരുന്നിൽ ഇരുന്നു കൊണ്ടാണ് അവിടെ ഒരു പുത്തൻ ഒരു ദൈവാനുഭവം നമുക്ക് വെച്ച് നൽകുക. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൽ ഇതിൻ്റെ വലിയൊരു പ്രാധാന്യം അമ്മമാര് തിരിച്ചറിയണം. നമ്മുടെ കൈകൊണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് നമ്മുടെയൊക്കെ ഒത്തിരി അധികമായിട്ടുള്ള ഉപകരണങ്ങൾ വന്നു കഴിഞ്ഞു. പണ്ട് അരയ്ക്കണമായിരുന്നു, അരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നടുവൊക്കെ വേദന എടുക്കുമെന്നുള്ളത് കൊണ്ട് വീട്ടിലിപ്പം എല്ലാവരും എന്ത് വാങ്ങി വെച്ചു? മിക്സി വാങ്ങി വെച്ചു. എല്ലാ വീട്ടിലും ഇന്ന് മിക്സിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പണ്ട് നമ്മൾ അലക്കിലൊക്കെ ഇത്രയും മക്കളുടെയും ഭർത്താവിൻ്റെയും ഞങ്ങൾക്ക് ജോലി ഭാരമാണ്, അതുകൊണ്ട് അമ്മമാരെല്ലാം പരാതി പറഞ്ഞ് ഏറ്റവും അവസാനം വീട്ടിൽ എന്ത് വാങ്ങി വെച്ചു? അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ജോലിയുടെ സമയം നമ്മൾ കുറയ്ക്കുന്നതിനും അധ്വാനത്തിൻ്റെ ഇതായിട്ടുള്ള കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ഉപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചു. എന്നിട്ടും ദിവസത്തിൽ 1 മണിക്കൂർ നേരം പോലും പ്രാർത്ഥിക്കുവാനായിട്ട് അമ്മമാർക്ക് സമയം കിട്ടുന്നില്ല. എന്നിട്ടും ദിവസത്തിൽ 1 മണിക്കൂർ നേരമെങ്കിലും തമ്പുരാനോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ പഴയ അമ്മമാരുടെയൊക്കെ മഹത്വം ഒന്ന് തിരിച്ചറിയുന്നത്.
9ഉം 10നും മക്കൾക്ക് വേണ്ടിയിട്ട് അവര് അരച്ച് അലക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരുടെ ഒന്നും ഇടുപ്പിനൊന്നും ഒരു കുഴപ്പവുമില്ല, നട്ടലിനും യാതൊരു കുഴപ്പവുമില്ല. ഇന്നും ചുറുചുറുക്കോടുകൂടെ ദേവാലയത്തിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള അമ്മമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും ഇന്നിൻ്റെ കുടുംബത്തിലെ അമ്മമാർക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഓർത്തു നോക്കുക, നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ എത്രമാത്രമാണ് നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതെന്ന് തിരിച്ചറിയുക. ഞാൻ പലപ്പോഴും തീർത്ഥാടനത്തിന് എൻ്റെ ഇടവകയിലെ അമ്മമാരെയൊക്കെ കൊണ്ടുപോകാറുണ്ട്, അപ്പച്ചന്മാരെ കൊണ്ടുപോകാറുണ്ട്. വല്ലാർപാടത്ത് എത്തിയപ്പോൾ ഞാൻ കണ്ട ഒരു രംഗം എന്നെ അതിശയിപ്പിച്ചു. ഞങ്ങളുടെ അമ്മമാര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ, 2 വണ്ടി ആളുണ്ടായിരുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവർ ഓടുക. എന്തിനു വേണ്ടിയിട്ടാ വല്ലാർപാടത്ത് ഓടുന്നത്? എന്തെടുക്കാൻ? ചൂലെടുക്കാനായിട്ട് ഓടുക. അപ്പൊ എനിക്കും അതൊരു വലിയൊരു എളുപ്പമായിരുന്നു. എല്ലാവരും ഓടുക, ഓടിപ്പോയി ചൂലെടുത്തു. നടുവെട്ടിയിട്ടുള്ള അമ്മച്ചിമാര് തുടങ്ങി എല്ലാവരും നന്നായിട്ട് അങ്ങ് തൂക്കാൻ തുടങ്ങി. തൂത്ത് എല്ലാം വൃത്തിയാക്കി, കരിയിലില്ലാത്തടത്ത് കുറച്ച് കരിയില ഇട്ടേച്ച് അവിടെയും തൂത്ത് വൃത്തിയാക്കി എല്ലാം അവിടെ ചൂലൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചു. പിറ്റേന്ന് ഞായറാഴ്ച പള്ളിയിൽ എല്ലാ ആഴ്ചയിലും ഓരോരുത്തരും ഒന്ന് വൃത്തിയാക്കണമല്ലോ, നമ്മുടെ സ്വന്തം പള്ളി. അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്മമാരൊക്കെ ഇങ്ങനെ കുറച്ച് മാറി നിൽക്കുക. എന്ന് ചോദിച്ചാൽ എന്താ പറ്റിയ അമ്മേ? അതച്ഛ നടുവയ്യ, ഈ പണി ചെയ്യാനായിട്ട് പറ്റത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ഇത് എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ദൈവാനുഗ്രഹം കിട്ടുമെന്ന ചിന്തയോട് കൂടെ വല്ലാർപാടത്ത് അമ്മയുടെ സന്നിധിയിൽ നമ്മൾ ഇപ്രകാരം ചെയ്തുവെങ്കിൽ നമ്മുടേതായിട്ടുള്ള ദേവാലയങ്ങളിലായിരിക്കുമ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഒരു വ്യാജമായിട്ടുള്ള ഭക്താനുഷ്ഠാനങ്ങളല്ലേ? നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ പ്രവർത്തികൾ ഏറ്റവും നന്നായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് ചെയ്താൽ അവിടെ ഒരു ദൈവാനുഗ്രഹമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ അമ്മമാരെ എന്തുകൊണ്ട് ഇത്തരത്തിൽ മാത്രം നമ്മുടെ ആത്മീയത ഒതുങ്ങിപ്പോകുന്നു എന്ന് ചിന്തിക്കുക. വീട്ടുജോലികളിൽ താല്പര്യമുള്ളവരായിരിക്കണം സ്ത്രീകളെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇനി ഒന്നുകൂടെ പൗലോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് ചാരിത്ര്യ ശുദ്ധി ഉണ്ടാകണം. എന്തുണ്ടാകണം? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ എന്തുണ്ടാകണം? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ എന്തുണ്ടാകണം? ചാരിത്ര്യ ശുദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞു വെക്കുന്നു. അതായത് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കണമെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്.